ഏറ്റവും അധികം വികസനം ഇനി നമ്മൾ കാണാൻ പോകുന്നത് എവിടെയായിരിക്കും എന്നറിയാമോ? അത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിൽ തന്നെയായിരിക്കും. കാരണം അവിടെയാണ് ഇത്തവണ ജനങ്ങൾ സുരേഷ് ഗോപിയെ നെഞ്ചേറ്റിയിരിക്കുന്നത്. തൃശ്ശൂർ സുരേഷ് ഗോപിക്ക് നൽകിക്കഴിഞ്ഞു. ഇനി കേന്ദ്രത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ സഹായങ്ങളും കൊണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ വരുത്താൻ പോകുന്നത് വമ്പൻ മാറ്റങ്ങളാണ്. തൃശ്ശൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് ജയിച്ച് കേന്ദ്ര ടൂറിസം പെട്രോളിയം സഹമന്ത്രിയായതിനു ശേഷം ആദ്യമായി മണ്ഡലത്തിലെത്തിയ സുരേഷ് ഗോപിക്ക് സംസ്ഥാനത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ളത് വലിയ വലിയ ലക്ഷ്യങ്ങളാണ്. കേരളത്തിന്റെ അനന്തമായ ടൂറിസം ഇത് തന്നെയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളും. പെട്രോളിയവും ടൂറിസവും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള, ഒരുപാട് വികസനങ്ങൾ ഉൾപ്പെടുന്ന രണ്ട് കാര്യങ്ങളാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ ടൂറിസത്തിന് ഏറ്റവും അധികം സാധ്യതകളുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് കേരളം. അത് കറക്റ്റായിട്ട് ഈ കേന്ദ്രത്തിന് നല്ലപോലെ അറിയാം. അതിൽ സുരേഷ് ഗോപിയെ ഉൾപ്പെടുത്തിയാൽ കേന്ദ്രത്തിന് വലിയ വലിയ ഇടപെടലുകൾ നടത്താനും പറ്റും. സുരേഷ് ഗോപിയെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാനും പറ്റും എന്നുള്ളതാണ്. ടൂറിസം ഇന്ത്യ എന്നാൽ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അത് കേരളം എന്ന് തന്നെയാണ്. ഇപ്പോൾ തൃശ്ശൂരിന് മാത്രമല്ല നമ്മുടെ കേരളത്തിന് വലിയ വലിയ മാറ്റങ്ങളാണ് സുരേഷ് ഗോപി കൊണ്ടുവരാൻ പോകുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂരിന് കിട്ടാൻ പോകുന്ന ഈ സൗഭാഗ്യം ജനങ്ങൾ പോലും പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമാണ് എന്നതാണ് സത്യം. കേരളത്തിലെ ടൂറിസത്തിനൊപ്പം നിൽക്കുന്ന ഒന്നാണ് ആയുർവേദവും. ആയുഷ് മന്ത്രാലയവുമായി ചേർന്ന് ഗുരുവായൂർ, ഏങ്ങണ്ടിയൂർ, ചാവക്കാട് പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി ആയുർവേദ വിനോദസഞ്ചാര പദ്ധതി ആവിഷ്കരിക്കണം എന്നൊരു ലക്ഷ്യം സുരേഷ് ഗോപിക്കുണ്ട്. ആ തീരദേശത്തെ കണ്ടൽ വനങ്ങൾ സംരക്ഷിച്ചും കണ്ടൽ വനങ്ങൾ സൃഷ്ടിച്ചും ഒറ്റ ക്ലസ്റ്ററായി വിനോദസഞ്ചാരം സാധ്യമാക്കാൻ സാധിക്കും. അതോടെ ആ മേഖലയിലെ സാധാരണ ജനങ്ങളുടെ വികസനം തന്നെ സാധ്യമാകും. നിരവധി പേർക്ക് ജോലി ലഭിക്കും. ചെളിവെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളാണ് പലതും. നികുതി അടയ്ക്കാൻ വേറെ മാർഗം കണ്ടെത്തണമെന്ന അവസ്ഥ പോലുമുണ്ട് അവിടെ. കേരള മാംഗ്രൂ ആയുഷ് ടൂറിസം എന്നൊരു ബ്രാൻഡ് തന്നെ വരികയാണെങ്കിൽ അതാണ് ലോകം ആവശ്യപ്പെടുന്നതെന്ന് വന്നാൽ നമുക്ക് വലിയ നേട്ടമായിരിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നു. ആയുർവേദത്തെ സംബന്ധിച്ച് വിശ്വാസ്യതയാണ് പ്രാധാന്യം. ഔഷധി അടക്കമുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം അതുണ്ട്. അതിൻ്റെ എല്ലാം ഓഡിറ്റ് നടത്തി ഗവേഷണത്തിലൂടെ വിശ്വാസ്യത ഉറപ്പുവരുത്തി വേണം മരുന്നുകൾ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ. ഇത് വലിയൊരു സാധ്യതയാണ് ടൂറിസത്തിന് ഒരുക്കുന്നത്. മറ്റൊരു കാര്യം ആലപ്പുഴയിലെ മണ്ണിനെ കുറിച്ചാണ്. വിനോദസഞ്ചാരത്തിനും ആരോഗ്യ മേഖലയ്ക്കും വലിയ വളക്കൂറുള്ള ഒരു മണ്ണാണ് ആലപ്പുഴയിലേത്. ഇന്ത്യയിൽ ഇതുവരെ ഉപയോഗപ്പെടുത്താതെ കിടക്കുന്ന വിനോദസഞ്ചാര സാധ്യതാ മേഖലകൾ കണ്ടെത്തേണ്ടതുണ്ട്. കേരളത്തിൽ ബീച്ചുകളൊക്കെ കുറവാണ്. ആലപ്പുഴയിലെ ബീച്ചിന് തന്നെ വിദേശ ബീച്ചുകളുമായി സാമ്യമുണ്ട്. പല ബീച്ചുകളും സുരക്ഷിതമല്ല എന്നതാണ് കാര്യം. ബീച്ച് ടൂറിസം പോലെ തന്നെ കാർഷിക ടൂറിസവും ഉണ്ട്. തൃശ്ശൂരിലെ കാർഷിക സർവകലാശാല വലിയൊരു സാധ്യതയാണ് തുറന്നിടുന്നത്. പക്ഷേ വികസനത്തിന്റെ നാമ്പ് മുളപ്പിക്കേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അവർ കണ്ടെത്തലുകൾ നടത്തണം. അത് നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഗുരുവായൂരിന്റെ ഭൗതിക സാഹചര്യങ്ങളും ആവശ്യങ്ങളും ഒക്കെ അറിയണം. അവിടെ വെള്ളം വേണം. പ്രകൃതിയിൽ നിന്നുള്ള വെള്ളം ക്രമീകരിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. സ്പിരിച്വൽ ടൂറിസം നടപ്പാക്കുമ്പോൾ അത് ക്ഷേത്രങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചല്ല, ചേരമാൻ മസ്ജിദും ലൂർദ് പള്ളിയും ഭീമാ പള്ളിയും വരെ ഉണ്ടാകാം.